നിങ്ങൾ എറണാകുളംകാരനാണെന്ന് പറയുന്ന കേട്ടു. ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. പക്ഷേ പക്ഷേ എറണാകുളത്തെ വിഷയം എന്ന് പറയുന്നത് കേവലം എറണാകുളത്തെ വിഷയമല്ല. അത് സീറോ മലബാർ സഭയുടെ മൊത്തം വിഷയമാണ്. സീറോ മലബാർ സഭ മൊത്തത്തിലൊരു വ്യാളി അങ്ങോട്ട് വിഴുങ്ങുവാണ്. കൽതായവൽക്കരണം എന്ന് പറയുന്ന ഒരു വലിയ വ്യാളി അങ്ങോട്ട് വന്ന് വിഴുങ്ങുവാണ്. ആകെയുള്ള സീറോ മലബാർ സഭയ്ക്കുള്ള കച്ചിത്തുരുമ്പ് മാത്രമാണ് എറണാകുളം. എറണാകുളം തോറ്റാൽ സീറോ മലബാർ സഭ തോറ്റു. പിന്നെ ഇതിൽ നിൽക്കും. നിങ്ങൾ എന്താ പറയുന്നത്? ഇതിൽ നിൽക്കുന്ന തോന്നുന്ന ഈ പറയുന്ന എല്ലാ സകല കൽതായവൽക്കരണം അവിടെ നടന്നുകൊണ്ട് ഇതിൻ്റെ പിറകെ നടക്കാൻ പോവുകയാണ്. അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു ഇത് തുടങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പോരാടുന്നതിനെ വിട്ട് പരമാവധി പോരാടും. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലുള്ളവർ മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്, ഇവർക്ക് ശക്തി കൊടുക്കാൻ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെയും കൂടെ ഫലമായിട്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇത്രയും വലിയൊരു സിനഡിൻ്റെ അടുത്ത് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്. എറണാകുളത്തിന് വെളിയിലുള്ള സകല രൂപതകളും തോറ്റുപോയിരിക്കുകയാണ്. പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഈ കൽതായ വൻ സ്രാവുകളുടെ മുമ്പ് ഞങ്ങൾക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. വീണുപോയി. ഞങ്ങൾ വീണുപോയി. ഇന്ന് ഒരൊറ്റ കച്ചിത്തുമ്പാണ് ഈ പറയുന്ന വ്യാളിയുടെ പുറത്ത് നിൽക്കുന്ന ഒരൊറ്റ കച്ചിത്തുമ്പാണ് എറണാകുളം തോറ്റാൽ സഭ തോറ്റു. അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ എല്ലാ കുർബാനയിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് അവർക്ക് ശക്തി കൊടുക്കാനും അവർ വിജയിക്കാനും. അവർ തീർന്നാൽ തീർന്നു, സഭ തീർന്നു, സീറോ മലബാർ സഭ തീർന്നു. അതുകൊണ്ട് ഞങ്ങൾ വിട്ടു കൊടുക്കില്ല.